ഹലോ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സോഷ്യൽ സയൻസ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ചാപ്റ്റർ 1 ആണ്. അപ്പോൾ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. മീഡിയേവൽ ഇന്ത്യയിലെ ഒരു പോർഷൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മുഗൾ റൂളും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുഗൾ ആൻഡ് ദി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് ആണ് നോക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ എല്ലാ ക്ലാസ്സും ഈ ഒരു ചാനലിനകത്ത് എടുക്കുന്നതായിരിക്കും. 7 തൊട്ട് 12 വരെയുള്ള ക്ലാസ്സസ് ഒക്കെ ഇതിനകത്ത് വരുന്നതായിരിക്കും. ഇത് പുതിയ ചാനലാണ്. സോ അപ്പോൾ വീഡിയോസൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നോട്ട്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്തിനു വേണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. അപ്പോൾ മുഗൾ റൂളാണ് നമ്മളിന്ന് ഫസ്റ്റ് നോക്കുന്നത്. ഈ 2 ടോപ്പിക്കാണ് ഇന്ന് നോക്കുന്നത്. കാരണം ചെറിയ ഷോർട്ടാക്കി വീഡിയോ പോകുന്നതെനിക്ക് നല്ലത്. ഈ 10-50 മിനിറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. ഇത്രയും കണ്ട് ഒരു വെറുപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഷോർട്ടായിട്ട് ചെറിയ പോർഷൻസ് മാത്രം ഇടുന്നത്. ഒരു പ്ലേലിസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്, ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, മുഗൾ റൂൾ. ഓക്കെ, നമുക്കതിനകത്ത് ഫസ്റ്റ് ലൈൻ പറയുന്നുണ്ട്. ബാബർ എസ്റ്റാബ്ലിഷ് ദി മുഗൾ റൂൾ ഇൻ 1526. ദി മുഗൾസ് റൂൾഡ് ഇന്ത്യ ടിൽ 1857 വിത്ത് ദി ഡൽഹി ആസ് ദെയർ ക്യാപിറ്റൽ. ഡു യു നോ ദി മെയിൻ റൂളേഴ്സ് ഡ്യൂറിങ് ദി മുഗൾ പീരീഡ്? ഇവിടെ നമുക്കൊരു ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് മുഗൾ റൂള് എന്താണെന്നാണ് പറയുന്നത്. ഈ ഒരു റോള് സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ ബാബർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു മുഗൾ ഭരണം കൊണ്ടുവന്നത്. ഓക്കെ, അത് കൊണ്ടുവന്നത് 1526 ഈ ഒരു മുഗൾ റൂൾ കൊണ്ടുവന്നതും അത് ഈ നമ്മുടെ ഒരു ഇന്ത്യയിൽ നിന്നത് 1857 വരെയാണ് ഈ ഒരു മുഗൾ റൂള് നമ്മുടെ ഇന്ത്യയിൽ നിന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ചെറിയൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്. മുഗൾ റൂൾ എന്നൊക്കെ എഴുതി കുറേ ആരോ മാർക്കും കുറേ ആൾക്കാരുടെ പേരും വർഷവും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുഗൾ റൂൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1526 മുതൽ 1857 വരെയാണ് ഈ ഒരു മുഗൾ റൂൾ നിന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഭരിച്ച ആൾക്കാരുടെ ഭരണാധികാരികളുടെ പേരാണ് ഈ ഒരു നമുക്ക് ഈ താഴെ തന്നേക്കുന്ന ഈ ഒരു ഫ്ലോ ചാർട്ടിൽ. അതിൽ നമ്മൾ പറഞ്ഞ് ബാബറാണ് ഈ ഒരു മുഗൾ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ലൈൻ വായിച്ചായിരുന്നു. ഈ ഒരു ബാബർ ഭരിച്ച കാലാവധിയാണ് ഈ ഒരു 1526 ഒരു തുടക്കക്കാലം തൊട്ട് 1530 വരെയാണ് ബാബർ ഭരിച്ചത്. പിന്നെ ഈ ബാബറിന് ശേഷം ബാബറിന്റെ മകനായ ഹുമയൂണാണ് 1530 മുതൽ 1540 വരെയും അതിനുശേഷം 1555 മുതൽ 1556 എന്ന ഒരു വർഷ കാലയളവിൽ ഈ ഹുമയൂണാണ് ഭരിച്ചത്. നമുക്ക് ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു 1540 കഴിഞ്ഞാൽ പിന്നെ ഒരു 15 വർഷത്തെ കാലത്തിന് ശേഷമാണ് അവർ അടുത്ത ഭരണം ഈ ഒരു സെയിം ഹുമയൂൺ തന്നെ ഭരിക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് വന്നത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഈ ഗ്യാപ്പ് വന്നത് ഈ ഒരു 1540 ശേഷം ഒരു യുദ്ധം നടക്കുകയും മുഗൾ ഭരണാധികാരി ഈ ഒരു യുദ്ധത്തിൽ തോക്കുകയും ഒരു 15 വർഷത്തോളം ഇവർക്ക് ഭരിക്കാൻ സാധിക്കാതെ പോയതിനാലാണ് ഈ 1540 മുതൽ 1555 വരെയുള്ള കാലയളവിൽ ഒരു ഗ്യാപ്പ് വന്നത്. ഓക്കെ, പിന്നെ ഹുമയൂണിന്റെ മകനായ അക്ബർ വന്നു. അക്ബർ 1556 മുതൽ 1605 വരെ ഭരിച്ചു. അതിനുശേഷം അക്ബറിന്റെ മകനായ ജഹാംഗീർ വന്നു. 1605 മുതൽ 1627 വരെ ഭരിച്ചു. അതിനുശേഷം ഷാജഹാൻ വന്നു. അവിടെ 1628 മുതൽ 58 വരെ ഭരിച്ചു. പിന്നെ റാങ്സേബ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു 1658 മുതൽ 1707 വരെ ഇവർ ഭരിക്കും. ഇതാണ് മുഗൾ റൂളേഴ്സ് എന്ന് വെച്ചാൽ ഭരണാധികാരി ഈ ഒരു മുഗൾ റൂൾ ഭരിച്ച ഇല്ലെങ്കിൽ ഈ ഒരു ഭരണത്തിലിരുന്ന വ്യക്തികളാണ് ഈ ഒരു 5-6 പേര് മെയിനായിട്ട്. അപ്പോൾ അവർ ഭരിച്ചിരുന്ന വർഷങ്ങളുമാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് പോകണം. ഇത് മുഗൾ ഹാഡ് എ വെരി വേസ്റ്റ് കിങ്ഡം. ഇൻ അഡീഷൻ ടു ടുഡേസ് ഇന്ത്യ ദി മുഗൾ റൂൾ ഹാസ് സ്പ്രെഡ് ടു അതർ നെയ്ബർ കൺട്രീസ് ഓൾസോ. നമ്മുടെ ഈ ഒരു മുഗൾ റൂളിൽ നിന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല പല നമ്മുടെ അടുത്തുള്ള കുറച്ച് അധികം രാജ്യങ്ങളിലേക്കും ഈ ഒരു മുഗൾ റൂള് നിന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, എന്നിട്ട് ആ ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒബ്സർവ് ദി മാപ്പ്. ഈ ഒരു പച്ച കളറുണ്ടോ, കുറച്ച് ഡാർക്ക് ഗ്രീൻ ഉണ്ടോ, ഈ ഒരു ഏരിയയിലായിരുന്നു ഏറ്റവും കൂടുതൽ മുഗൾ റൂള് നിന്നിരുന്നത്. അതാണ് അവർ ഇത്ര ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു ഏരിയ അവർ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തുള്ള രാജ്യത്ത് ഏതൊക്കെയെന്നാണ് അവർ അതിനകത്ത് പറയുന്നത്. നമുക്കിവിടെ അഫ്ഗാനിസ്ഥാൻ തന്നിട്ടുണ്ട്. പിന്നെ ഒരു 2-3 രാജ്യങ്ങളുണ്ടാവും. ഒന്ന് അഫ്ഗാനിസ്ഥാനാണ്, ഒന്ന് നമ്മുടെ പാകിസ്ഥാനാണ്. ഓക്കെ, പാകിസ്ഥാൻ ഒന്ന്, അതിനുശേഷം നേപ്പാൾ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ബംഗ്ലാദേശും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് ഏരിയ ഈ ഒരു കുറച്ച് രാജ്യങ്ങൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് രാജ്യങ്ങളിലും ഈ ഒരു മുഗൾ റൂള് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ മുഗൾ റൂളിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്കിനി അടുത്ത് നോക്കേണ്ടത് ദി മുഗൾസ് ആൻഡ് ദി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഈ ഒരു യുദ്ധമാണ് അവിടെ നമ്മൾ ഇനി ഒരു യുദ്ധത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ചെറിയൊരു സെക്ഷനാണ്, നമുക്ക് ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കൊന്ന് പോവാം. ഓക്കെ, ദി മുഗൾ ആൻഡ് ദി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഇവിടെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം.
ദി നെയിം ഓഫ് മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ടേം മംഗോൾ. ഈ മംഗോൾ എന്നൊരു പേരിൽ നിന്നാണ് നമുക്ക് ഈ മുഗൾ എന്നൊരു പേര് നമുക്ക് ലഭിച്ചേക്കുന്നത്. ഓക്കെ, ഈ ഒരു പേരിൽ നിന്നാണ് നമുക്ക് മുഗൾ എന്ന പേര് വന്നത്. ബാബർ ദി ഫൗണ്ടർ ഓഫ് ദി മുഗൾ കിങ്ഡം. നമ്മൾ ആദ്യം പറഞ്ഞ ബാബർ ആണ് ഈ ഒരു മുഗൾ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഒത്തിരി പറഞ്ഞു പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അർത്ഥം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ നമുക്ക് ഈ ഷോർട്ട് ക്ലാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഷോർട്ടായി തന്നെ പോവാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ബാബർ ആണ് നമ്മുടെ ഈ ഒരു മുഗൾ റൂൾ കൊണ്ടുവന്നതും. അതുപോലെ തന്നെ മംഗോൾ എന്ന ഇതിനകത്തു നിന്നാണ് നമുക്ക് മുഗൾ എന്ന പേര് വന്നതും. നമ്മുടെ ബാബറിൻ്റെ ഫാദറായിട്ട് ടർക്കി ഭരണാധികാരിയായിരുന്നു ടിമറിൻ്റെ അമ്മയായിട്ട് ഈ ഒരു മംഗോൾ കിങ് ആയ ജംഗിസ് പിൻഗാമിയായിരുന്നു. ഓക്കെ, ഈ ജംഗിസിൻ്റെ പിൻഗാമിയായിരുന്നു. ഓക്കെ, ഈ 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ ഒരു യൂറോപ്യൻസ് ആണ് നമുക്ക് ഇതിനകത്ത് മുഗൾ എന്ന് വിളിച്ച് ആദ്യമായിട്ട് നമുക്ക് ആരെയൊക്കെ ഒരു പേര് പറയണമല്ലോ. അപ്പോൾ ഈ ഒരു 16-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻസ് ആയിരുന്നു ആദ്യമായിട്ട് മുഗൾ എന്ന പേര് കൊണ്ടുവന്നത്. കൊണ്ടുവന്നത് മീൻസ് നമ്മൾ മുഗൾ എന്ന പേരിട്ട് വിളിച്ചു തുടങ്ങിയത് ഈ ഒരു യൂറോപ്യൻസ് ആയിരുന്നു. ഓക്കെ, അതാണ് അവർ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത്. പിന്നെ നമുക്ക് ഇബ്രാഹിം ലോഡി എന്നും പറഞ്ഞുകൊണ്ടൊരു ആളുണ്ടായിരുന്നു. ഈ ഇബ്രാഹിം ലോഡി ഈ മുഗൾ റൂളിന് മുമ്പ് ഉണ്ടായിരുന്ന റൂളറാണ്. ഓക്കെ, ഈ ലോഡി ഈ ഡൈനാസ്റ്റിയിലായിരുന്നു ഈ ഇബ്രാഹിം ലോഡി ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ ഇബ്രാഹിം ലോഡി എന്ന റൂളറാണ് അവസാനമായിട്ട് ലോഡി ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അതാണ് പറയുന്നത് ഇബ്രാഹിം ലോഡി ദി ലാസ്റ്റ് റൂളർ ഓഫ് ദി ലോഡി ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ ആളാണ് ഈ ഇബ്രാഹിം ലോഡി എന്ന് പറയുന്നത്. ഈ ഇബ്രാഹിം ലോഡിയും ബാബറും ഒരു യുദ്ധം നടന്നിരുന്നു. ഓക്കെ, ഈ ഒരു ബാറ്റിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇബ്രാഹിം ലോഡി തോക്കുകയും നമ്മുടെ ബാബർ ഇവിടെ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു യുദ്ധത്തിൽ ജയിച്ചാണ് ഈ ഒരു റൂള് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഈ ലോഡി ഡൈനാസ്റ്റിയിലായി ബാബർ ഈ ലോഡി ഡൈനാസ്റ്റി ആയിട്ടാണ് ഈ ബാബർ യുദ്ധം ചെയ്യുന്നതും അവരുമായിട്ട് ജയിക്കുന്നതും ഈ മുഗൾ റൂള് കൊണ്ടുവരുന്നതും. അന്ന് കൊണ്ടുവന്നതാണ് ആ വർഷമാണ് 1526 എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞായിരുന്നു. 1526 നമ്മുടെ ഒരു മുഗൾ റൂള് എസ്റ്റാബ്ലിഷ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓക്കെ, അതുപോലെ ഈ പാനിപ്പാറ്റുള്ള സ്ഥലം ഹരിയാനയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പാറ്റ് എന്ന് പറഞ്ഞാൽ ഹരിയാനയിലാണ് ഈ ഒരു പാനിപ്പാറ്റ് ഉള്ളത്. ഓക്കെ, പിന്നെ അതിനുശേഷം നമുക്ക് അക്ബറിൻ്റെ ഒരു എഴുത്തൊക്കെയാണ്. പിന്നെ അക്ബറിൻ്റെ കുറച്ച് പരിപാടിയൊക്കെയാണ് അടുത്ത ഒരു ഇതിനകത്ത് പോകുന്നത്. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. സോ എന്തായാലും ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ് വരെ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ട് നമുക്ക് പോവാം. ഇതിപ്പോൾ ഷോർട്ടായിട്ടാണ് ഇതുവരെ എടുത്തത്. കാരണം സ്റ്റാർട്ടിങ് കുറച്ച് ഒത്തിരി വലിച്ചു നീട്ടി അലമ്പാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ജസ്റ്റ് മുഗൾ റൂൾ മാത്രം പറഞ്ഞു പോയത്. അടുത്ത ക്ലാസ്സോട് നമുക്ക് ഇച്ചിരി നീട്ടിക്കൊണ്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. ബാക്കി അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ വരുന്നത്. സോ വീഡിയോ എന്തെല്ലാം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ വീഡിയോ കാണാൻ. ബൈ ഫ്രണ്ട്സ്.